ഇന്ന് എന്താ കഴിക്കാൻ വേണ്ട കുഞ്ഞാപ്പൂന്? എന്താ കഴിക്കാൻ? ഇതോ മതിയാ? ചിക്കൻ ഇട്ടാ വെജിറ്റബിളാ? ചിക്കൻ നൂഡിൽസാ? ഓക്കെ, നോക്കട്ടെ. കഴിഞ്ഞ സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ വാങ്ങിയതാണ്. കുറച്ച് ദിവസം അവിടെ ഇരിക്കുന്നു. ഇന്ന് രാവിലെ രണ്ടാളും കൂടി എടുത്ത് അങ്ങോട്ടും കൂടെ തട്ടിക്കളിക്കലായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം ഇതിലേക്ക് എത്തി. ഇന്ന് ആദ്യമേ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കൻ അതുകൊണ്ട് തന്നെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ലേ. ആദ്യം ഞാൻ കുറച്ച് കുത്തി നിറച്ചിട്ട, പിന്നെ ഞാൻ കുറച്ചൊരു വെള്ളം ഒഴിച്ച് വെച്ചു. അങ്ങനെ നമ്മളിത് വേവിച്ചെടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞു. ഇനി അടുത്തേക്ക് പോയാലോ. ചിക്കൻ അത്യാവശ്യം മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ആ സംഭവം വറുത്തെടുക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് എൻ്റെ അധികം പച്ചക്കറികളിൽ ഉള്ള പച്ചക്കറികൾ മാത്രം ഇതുപോലെ ചെറുതായിട്ട്, കാരണം കുറച്ച് വലിപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് കഴിക്കലാണ് സ്വഭാവം കുട്ടികളുടെ അല്ലേ. അപ്പോൾ വളരെ ചെറുതായിട്ട് ഇങ്ങനെ അരിച്ചു. നമ്മുടെ ചിക്കൻ എന്താ ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ട് പൊരിച്ചു വെച്ചു. നല്ല അതായത് ഒരു സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് കിട്ടണം. അതായത് വേകാതിരിക്കാനും പാടില്ല, ഓവറായിട്ട് കുക്ക് ആവാനും പാടില്ല. ഈ ഒരു അളവിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് മുട്ടയും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് നമുക്ക് പൊടിയായിട്ടൊന്ന് ഉണ്ടാക്കിയിട്ട് അത് മാറ്റി വെക്കുക. അപ്പോൾ കുറച്ച് എണ്ണ മതി. ചിക്കൻ്റെ വറുത്ത എണ്ണ ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് കുറച്ച് മാത്രം എണ്ണ എടുത്തിട്ട് അതിൽ തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കിയത്. ഇതുപോലെ കുറച്ചായിട്ട് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ആ പണിയും കൂടി, 2 പണി ആണ് മെയിൻ ആയിട്ടുള്ളത്. അല്ല, 2 പണിയില്ല. ആദ്യം നൂഡിൽസ് വെച്ചിരിക്കണം, ചിക്കൻ വറുത്ത് വെക്കണം, പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം. ഒരു സവാള ഉണ്ട് കേട്ടോ അരിയാൻ, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഒരു സവാള അരിഞ്ഞു വെക്കണം, മുട്ട ചിക്കി വെക്കണം. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പണി എളുപ്പമാണ്. ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് ഇട്ട് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൽ വളരെ എന്താ പറയുക, വലിയ പണിയൊന്നുമില്ല. ശരിക്കും നൂഡിൽസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഭയങ്കര പണിയാന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ ഇത്രയും എളുപ്പമുള്ള സാധനം വേറെ ഇല്ല. നൂഡിൽസ് ഒക്കെ നമുക്ക് ടൗണിൽ പോയിട്ട് പുറത്ത് പോയി വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും അജിനോമോട്ടോ ഇട്ടത് കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. മിതമായ പച്ചക്കറി ഉണ്ടെങ്കിൽ മതി. ഇത് ക്യാപ്സിക്കം ഇല്ല, ക്യാപ്സിക്കം നിർബന്ധമാണെന്നുള്ളവർക്ക് ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. ക്യാപ്സിക്കം സ്പ്രിംഗ് ഒനിയനൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് എളുപ്പത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള നൂഡിൽസ് ആണത്. അപ്പം ഇതെല്ലാം ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഉള്ളവർക്ക് ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് എന്നെപ്പോലെ സ്കിപ്പ് ചെയ്യാം. ഇതുപോലെ വറുത്ത് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ സവാള ഇടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അരിയൻ. അപ്പോൾ അവസാന നിമിഷമായിട്ട് ഒരു സവാള എടുത്തിട്ട് അരിഞ്ഞിട്ടത്. ഇതെല്ലാം നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്ക് പച്ചക്കറിയൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടും. അപ്പം നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം നന്നായിട്ട് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ച് എണ്ണയിൽ തന്നെ മൂപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ച അതേ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി. ഇത് പൊങ്ങച്ചം ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല, ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ സോസുകളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇത് വാങ്ങി സ്റ്റോക്ക് ചെയ്യുക. അങ്ങനെ എനിക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഒരിക്കൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതുകൊണ്ട് അതൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചിക്കനിലും മുട്ടയിലും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ സോയാ സോസിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ നൂഡിൽസ് കഴിച്ചപ്പോൾ ഉപ്പ് തീരെ കുറവായിരുന്നു, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാമറാമാൻ ഞാൻ ഉണ്ണിയാണ്, അതുകൊണ്ടാണ് ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകുന്നത്. കാഴ്ചക്കാരൊന്ന് ക്ഷമിക്കണം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഞാൻ പറഞ്ഞത് വേഗം വെന്ത് കിട്ടും. ഈ വഴറ്റേണ്ട ടൈം മാത്രം മതി, വെള്ളം ഒട്ടും വേണ്ട. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പ് നമുക്ക് സോസുകളൊക്കെ ഇടണം. ഞാൻ ആദ്യമേ പറഞ്ഞത് സോയാ സോസാണ്. അപ്പോൾ ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കാൻ വേണ്ടി കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നൂഡിൽസിൻ്റെ അളവനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോയും ചില്ലിയും കൂടി ഒരുമിച്ചുള്ളതുകൊണ്ട് നമ്മൾ ചില്ലി സോസ് സെപ്പറേറ്റ് ഒഴിച്ചിട്ടില്ല. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചുള്ളൊരു ഇത് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇല്ലാത്തവർക്ക് ചില്ലി ഇടാം കേട്ടോ, ചില്ലി സോസും വേണമെങ്കിൽ ഇടാം. അപ്പം അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി, ഒരുമാതിരി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ഒന്ന് വഴണ്ടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി. ഈ മിക്സിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസും റെഡി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക, മുട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് നേരം വഴറ്റി എടുക്കുക. എല്ലാവിടേക്കും ഈ സംഭവങ്ങളൊക്കെ എനിക്ക് എത്തിപ്പെടണം. എങ്ങനെയാണെങ്കിൽ നമ്മുടെ നൂഡിൽസ് റെഡി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ നമുക്ക് അധികം പച്ചക്കറികളോ വേറെ ഒരു സാധനങ്ങളോ അത്യാവശ്യം വേണ്ടാത്ത അടിപൊളി നൂഡിൽസ് ആണ്. എല്ലാവരും ഉണ്ടാക്കിക്കോ. അടുത്ത വീഡിയോ കാണാം.